ഹലോ, എല്ലാ കുട്ടികൾക്കും എവിജു ഓൺലൈൻ സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദി സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഇക്കായി 5 നസാരെ എന്ന യൂണിറ്റിൽ പ്രേം കെ സിവ ഓർ കുച്ച് നെയ് എന്ന ലെസനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ലെസൺ തുടങ്ങാം. ഇക്കായി 5 അതായത് യൂണിറ്റ് 5. യൂണിറ്റ് 5 ഒരു പേര് കൊടുത്തിട്ടുണ്ട്, നസാരെ. നമ്മൾ ചുറ്റുവട്ടം നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് നമ്മൾ നസാരെ എന്ന് പറയുന്നു. അപ്പൊ യൂണിറ്റിന്റെ പേരാണ് നസാരെ, കാഴ്ചകൾ. ഇവിടെ പുസ്തകത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം. ഒരു മരവും ആനയും 2 ആൾക്കാരും കുട്ടികളും ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേപ്പർ കൊടുക്കുന്നു. ഈ കുട്ടികൾ ഈ കാഴ്ചകൾ കണ്ടിരിക്കുന്നു. ഇവിടെ പ്രേംചന്ദിന്റെ 2 വരികൾ കൊടുത്തിട്ടുണ്ട്. ജീവൻ കാ വാസ്തവിക് സുഖ് ദൂസറോ കോ സുഖ് ദേനെ മേ ഹൈ, ഉൻകാ സുഖ് ഛീനനെ മേ നഹീ. അതായത് ജീവൻ കാ വാസ്തവിക് സുഖ്, ജീവിതത്തിൽ ശരിക്കുള്ള സുഖം എന്താണ്? സത്യത്തിൽ സുഖം എന്നാൽ എന്താണ് ജീവിതത്തില്? ദൂസറോക്കു സുഖ് ദേനെ മേ ഹൈ, അതായത് മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും കൊടുക്കുന്നതിലാണ്, അല്ലാതെ മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും തട്ടിപ്പറിക്കുന്നതിലല്ല. ജീവൻ കാ വാസ്തവിക് സുഖ്, ജീവിതത്തിലെ ശരിക്കുള്ള സുഖം സന്തോഷം. ദൂസറോ കോ സുഖ് ദേനെ മേ ഹൈ, ദൂസറോ മറ്റുള്ളവർക്ക് സുഖം സന്തോഷം, ദേനെ മേ കൊടുക്കുന്നതിൽ ആണ്. ദേനെ മേ ഹൈ, ഉൻകാ സുഖ് അവരുടെ സുഖവും സന്തോഷവും, ഛീൻനെ തട്ടിപ്പറിക്കുന്നതിൽ അല്ല, മേ നഹി തട്ടിപ്പറിക്കുന്നതിൽ അല്ല. അതായത് നമുക്ക് സന്തോഷവും സുഖവും വേണമെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സുഖവും വേണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷവും സുഖവും കൊടുക്കണം, അല്ലാതെ അവരുടെ സുഖവും സന്തോഷവും തട്ടിപ്പറിക്കുന്നതിലല്ല നമ്മുടെ സന്തോഷം. അതാണ് പ്രേംചന്ദ് ഈ വരികളിൽ പറയുന്നത്. അതാണ് ഈ കാഴ്ച, ഈ ചിത്രം ഡെപിക്റ്റ് ചെയ്യുന്നത് ഇവിടെ. ഇനി നമ്മള് ഇവിടെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്. 5th യൂണിറ്റിൽ ഒരു ഡയറി ഉണ്ട്. നമ്മളെല്ലാവരും ഡയറി എഴുതുന്നു. ഇന്ന് കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്, നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു, നമുക്ക് എന്തെല്ലാം തോന്നി, സുഖവും സന്തോഷവും നമ്മുടെ തോന്നലുകൾ, നമ്മൾ എന്തെല്ലാം വർക്ക് ചെയ്തു, അതെല്ലാം നമ്മൾ ഒരു രാത്രി ഒരു ഡയറിയിൽ, ഒരു ദിവസത്തെ ഡെയിലി നമ്മൾ ഡയറി എഴുതും. അങ്ങനെ ഡയറി എഴുതുന്ന ശീലം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് അതുപോലെ ഒരു ഡയറിയാണ്. ഡയറിയിലെ ഒരു പേജാണ്, അതിലെ ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രേം കെ സിവ ഓർ കുച്ച് നഹീ, സ്നേഹം അല്ലാതെ മറ്റൊന്നും ഈ ലോകത്തില്ല. പ്രേം കെ സിവ, സ്നേഹമല്ലാതെ, ഓർ കുച്ച് നഹീ ഒന്നുമില്ല, ഈ ലോകത്ത് സ്നേഹമല്ലാതെ മറ്റൊന്നും ഇല്ല. ഈ ഡയറി എഴുതിയിരിക്കുന്നത് ജസിന്ത കേർക്കേട്ട എന്നാണ് എഴുത്തുകാരിയുടെ പേര്. ജസിന്ത കേർക്കേട്ട, റാഞ്ചി, ജാർഖണ്ഡ് എന്ന സ്റ്റേറ്റിലെ റാഞ്ചി എന്ന സ്ഥലത്തുണ്ട്. ഡയറി എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ, സ്ഥലത്തിന്റെ പേര്, ഡേറ്റ് ഒക്കെ എഴുതും, അന്നത്തെ ദിവസം ഏതാണ്, അന്നത്തെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഡയറിയാണ് ഇത്, അതുകൊണ്ട് ഇവിടെ സ്ഥലത്തിന്റെ പേരുണ്ട്, റാഞ്ചി. ഏത് സ്റ്റേറ്റിലാണത്? ജാർഖണ്ഡിലാണ്. 27 ജൂൺ 2022, സോമവാർ എന്ന് പറഞ്ഞ മൺഡേ. നമുക്ക് ഈ ഡയറി വായിക്കാം. റിംസ് ജാർഖണ്ഡ് കാ സബ്സെ ബഡാ സർക്കാരി അസ്പതാൽ ഹെ. റിംസ് എന്നത് ഇവിടെ കാണാം, സിംഗിൾ കോഴ്സിന്റെ ഉള്ളിലാണ്, ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു പേരാണ്. എന്തിന്റെ പേരാണ്? ജാർഖണ്ഡ് എന്ന സ്റ്റേറ്റിലെ ഒരു ഹോസ്പിറ്റലിന്റെ പേരാണ്. ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പൊ നമുക്ക് നോക്കാം. റിംസ് ജാർഖണ്ഡ് കാ, ജാർഖണ്ഡ് എന്ന സ്റ്റേറ്റിലെ റിംസ് എന്താണ്? സബ്സെ ബഡ, ഏറ്റവും വലിയ, സർക്കാരി, ഗവൺമെന്റ്, അസ്പതാൽ, ആസ്പത്രി, ഹോസ്പിറ്റൽ, ഹേ ആണ്. റിംസ് ജാർഖണ്ഡ് കാ സബ്സെ ബഡ സർക്കാരി അസ്പതാൽ ഹേ. റിംസ് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് ആശുപത്രി ആണ്. इस अस्पताल में एक रिपोर्ट लेने मैं कतार में खड़ी थी. इस अस्पताल में, ഈ ഹോസ്പിറ്റലിൽ, एक റിപ്പോർട്ട് ലേനെ, ഒരു റിപ്പോർട്ട് കിട്ടാൻ, ഞാൻ, കതാർ
ക്യൂ മേ ഖടി തീ, ക്യൂവിൽ നിൽപ്പുണ്ടായിരുന്നു, നിൽക്കുകയായിരുന്നു. ഇസ് അസ്പതാൽ മേ एक റിപ്പോർട്ട് ലേനെ, ഒരു റിപ്പോർട്ട് എടുക്കാൻ ഞാൻ ക്യൂവിൽ നിൽക്കുമായിരുന്നു. മേരെ ആകെ, എന്റെ മുന്നിൽ, ഏക് വ്യക്തി ഖടാ ഥാ, ഒരു ആള് നിൽപ്പുണ്ടായിരുന്നു. മേരെ ആകെ, എന്റെ മുന്നിൽ ഒരു വ്യക്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഖടാ ഥാ, ഖടാ എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഉസേ ഭി കോയി റിപ്പോർട്ട് ലേനി ഥി, അവനും എന്തോ ഒരു റിപ്പോർട്ട് എടുക്കാനുണ്ടായിരുന്നു. ഉസേബി അവന് കോയി എന്തോ ഒരു റിപ്പോർട്ട്, എനിക്കറിയില്ല എന്ത് റിപ്പോർട്ട്, കോയി എന്ത് റിപ്പോർട്ട് ലേനീത്തി എടുക്കാനുണ്ടായിരുന്നു, കിട്ടാനുണ്ടായിരുന്നു. पैसे जमा करते वक्त उसके पास 20 रुपये कम पड़ रहे थे. പൈസ അടയ്ക്കുമ്പോൾ, പൈസ ജമാ കർത്തെ വക്ത്, പൈസ അടയ്ക്കുമ്പോൾ, ജമാ കർത്തെ എന്ന് പറഞ്ഞാൽ കൗണ്ടറിൽ പൈസ അടയ്ക്കുക, ആ സമയത്ത്, കർത്തെ വക്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത്, ഉസ്കെ പാസ് അയാളുടെ അടുത്ത്, 20 റുപ്പേ 20 റുപ്പീസ് കം പഡ് രഹേ തേ, 20 റുപ്പീസിന്റെ കുറവ് ഉണ്ടായിരുന്നു. पैसे जमा करते वक्त उसके पास 20 रुपए कम पड़ रहे थे. പൈസ അടയ്ക്കുമ്പോൾ 20 രൂപ കുറവായിരുന്നു അയാൾക്ക്. വഹ പരേശാൻ ഇധർ ഉധർ താക് രഹാ താ, അയാൾ വിഷമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു. വഹ അയാള് പരേശാൻ വിഷമിച്ചിട്ട്, ഇധർ ഉധർ അവിടെയും ഇവിടെയും, താക് അവിടെയും ഇവിടെയും ഓരോ ആൾക്കാരുടെ മുഖത്തിങ്ങനെ നോക്കുക. താക് രഹാ താ. ബാർ ബാർ ജേബ് മേ ഹാത്ത് ഡാൽത്താ ഥാ, വീണ്ടും വീണ്ടും പോക്കറ്റിൽ കൈയിടുന്നുണ്ടായിരുന്നു. ബാർ ബാർ വീണ്ടും വീണ്ടും, ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ്, ജേബ് മേ പോക്കറ്റിൽ, ഹാത്ത് കൈ, പോക്കറ്റിൽ കൈയിടുന്നുണ്ടായിരുന്നു. ജൽദി കറോ ചില്ലാ രഹേ थे. പീछे वाले, പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ, പീछे वाले में ജൽദി കറോ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ജൽദി കറോ എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗമാകട്ടെ, വേഗമാകട്ടെ എന്ന് പിന്നിൽ നിന്ന് ആൾക്കാർ ഉച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു. ചില്ലാരഹത്തെ, അവർ ഉറക്കെ വേഗമാകട്ടെ, വേഗമാകട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. വേഗം, പെട്ടെന്ന് പെട്ടെന്ന് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. ആര്? പിന്നിൽ നിന്നുള്ള, ക്യൂവിലുള്ള പിന്നിൽ നിന്നുള്ള ആൾക്കാർ. വഹ ഇധർ ഉധർ ഫോൺ ലഗാനെ ലഗ, അപ്പൊ ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വഹ അയാൾ, ഇധർ ഉധർ അവിടെയും ഇവിടെയും, ഫോൺ ലഗാനെ ലഗ ഫോൺ ചെയ്യാൻ തുടങ്ങി. 20 റുപയ നഹി മിൽ രഹ, ഫോൺ ചെയ്യാൻ തുടങ്ങി. ഫോണിൽ എന്തായിരുന്നു പറയുന്നത്? 20 റുപയ, 20 റുപയ കിട്ടുന്നില്ല. ലൈൻ മേ ഖടാഹു, ക്യൂയിൽ നിൽക്കുകയാണ്, ലൈനിൽ നിൽക്കുകയാണ്. മേ ഖടാഹു, ക്യൂവിൽ, ലൈൻ മേ ക്യൂവിൽ, ഖടാഹു എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. ലേക്കർ ജൽദിയായി, എടുത്തിട്ട് വേഗം വരി, എടുത്തിട്ട് 20 രൂപ എടുത്തിട്ട് വേഗം വരിന്ന് അയാൾ ഫോണിൽ എന്തായിരുന്നു പറയുന്നത്? അതാണ് ഇവിടെ ഡബിൾ കോട്സിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. 20 റുപയ നഹി മിൽ രഹാ, ലൈൻ മേ ഖടാഹു ലേക്കർ ജൽദിയായി, 20 രൂപ കിട്ടുന്നില്ല, ലൈനിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് എടുത്തിട്ട് കൊണ്ടുവരി, അതായിരുന്നു അയാൾ ഫോണിൽ പറഞ്ഞിരുന്നത്. वो किसी से फोन पर कह रहा, वो അയാൾ ആരോടോ, കിസിസെ ഫോൺ പർ, ഫോണിൽ, കഹ രഹാ താ പറയുകയായിരുന്നു. തഭി मैंने 20 रुपये निकाल कर उसकी ओर बढ़ा दिए, അപ്പോൾ അയാൾ ഫോണിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, അപ്പോൾ, തഭി ആ സമയത്ത്, മൈനെ ഞാൻ, അതായത് ഈ ലേഖിക, ഈ ഡയറി എഴുതിയ ആൾ ജസിന്ത, मैंने 20 रुपये निकाल कर 20 രൂപ എടുത്തിട്ട് इसकी ओर बढ़ा दिए, അയാളുടെ പക്കലേക്ക് നീട്ടി കാണിച്ചു. ഞാനൊരു 20 രൂപ എടുത്തിട്ട് അയാളുടെ പക്കലേക്ക്, उसकी ओर അയാളുടെ അടുത്തേക്ക്, बढ़ा दिए നീട്ടി കാണിച്ചു. उसने राहत की सांस ली, അയാൾ വളരെ റിലീവ്ഡ് ആയിരുന്നു. ആ പൈസ കണ്ടപ്പോൾ അയാൾ വളരെ സമാധാനിച്ചു. उसने राहत की सांस, സമാധാനമായി ശ്വാസം വലിച്ചു. രാഹത് കി സാസ്, ശ്വാസം, ലീ എടുത്തു.
मैंने देखा ഞാൻ കണ്ടു आदमी छोटी सी मदद के लिए आसपास खड़े इंसानों की तरफ नहीं देख सकता ഞാൻ കണ്ടു ആദ്മി മനുഷ്യൻ ചെറിയ ചെറിയ സഹായത്തിന് വേണ്ടി തൊട്ടടുത്തുള്ള ആൾക്കാരടുത്തേക്ക് നോക്കാൻ പറ്റില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പാർട്ട് 2 എന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. തുടർച്ചയായി കാണുക. താങ്ക് യു.